ഇവിടെ ഒരു എക്സ്ചേഞ്ച് കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള വണ്ടികളായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. നിലവിൽ ഇവിടെ ഏകദേശം ഒരു 10-50 വണ്ടികളോളം കിടപ്പുണ്ട്. 2020 മോഡല് 20 2020 മോഡലാണ്. ഡീസലാണ് വേരിയന്റ്. ഡീസൽ വേരിയന്റിന് പുതുപുത്തൻ അത്രയും കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല 4 ടയറും പുത്തൻ ടയറാണ് അലവിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? 4 കീല സെന്ററും മട്ടച്ചാട്ടും അതുപോലെ അലവിലെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ഇതിന്റെ ഡെലിവറി വരുന്നത് 30/12/2022 ആണ്. 22 ലാസ്റ്റ് വണ്ടി അല്ലേ? അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വണ്ടികൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്നുകൊണ്ട് ഒരുപാട് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണിച്ചതിന്റെ സെയിം ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ എന്നുള്ള വേരിയന്റ് ആണ്. ആൽഫയാണ്. അതായത് 2023 ശരിക്കും ഈ ഒരു ഷോറൂമിൽ നമ്മൾ ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നിലവിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്താണ്. മലപ്പുറത്ത് നമ്മുടെ മച്ചിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ ഡ്രൈവ് സ്മാർട്ടിലാണ് അല്ലേ? അതായത് ഈ റോയൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയാം, നമ്മുടെ പ്രീമിയം വണ്ടികളൊക്കെ ഒരുപാട് സെയിൽ ചെയ്യുന്ന ഒരു പ്രീമിയം ബ്രാൻഡിലുള്ള ഒരു ഷോറൂമാണ് ശരിക്കും റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത്. കോഴിക്കോടും എറണാകുളത്തൊക്കെ ഇവിടുത്തെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ സെയിം ബ്രാഞ്ചിൻ്റെ തന്നെ അതായത് ഇപ്പോൾ പ്രീമിയം വണ്ടികൾ കുറച്ച് കാശുള്ളവർക്ക് മാത്രം വിറ്റാൽ പോരല്ലോ. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി വണ്ടികൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്നുകൊണ്ട് ഒരുപാട് ഔട്ട്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ശരിക്കും മലപ്പുറത്ത് മച്ചിങ്ങലിലാണെന്ന് മാത്രം. അതായത് ഇന്നിവിടെ വന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജനുവരി 15 എന്തായാലും ബുധവർഷമൊക്കെയാണ്. അപ്പോൾ ജനുവരി 15 മുതൽ ഇവിടെ ഒരു എക്സ്ചേഞ്ച് കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള വണ്ടികളായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാം. നിലവിൽ ഇവിടെ ഏകദേശം ഒരു 10-50 വണ്ടികളോളം കിടപ്പുണ്ട്. ഇനി ഒരുപാട് വണ്ടികൾ വരാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജനുവരി 15 മുതൽ ഈ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നല്ല പ്രൈസ് ബെനിഫിറ്റിൽ നിങ്ങൾക്ക് ഒരു വണ്ടി മാറ്റിയെടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വരേണ്ടത് എന്തായാലും റോയൽ ഡ്രൈവ് സ്മാർട്ടിലേക്കാണ്. മലപ്പുറം മച്ചിങ്ങലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ ഡ്രൈവ് സ്മാർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളൊന്ന് ഒറ്റ കാര്യം ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് ആരും തന്നെ അറിയുന്നുണ്ടാവില്ല. വളരെ കുറച്ചവരൊക്കെ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടിയാണ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ച് വണ്ടികൾ ഞാൻ കാണിച്ചാൽ എന്താ വണ്ടികളുടെ ഒക്കെ അവസ്ഥ എന്ന് അറിയണ്ടേ. ചുമ്മാ പറഞ്ഞു പോയപ്പോഴല്ലോ, വേഗം പോയിട്ട് അതും കൂടി നോക്കിയിടാം. അപ്പോൾ എന്തായാലും നമ്മുടെ മലപ്പുറം മച്ചിങ്ങലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ ഡ്രൈവിൽ ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാടധികം വണ്ടികളുണ്ട്. അപ്പോൾ എന്തായാലും ബ്രോ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. പേരെങ്ങനെയാ ബ്രോ? എന്റെ പേര് ഷറഫുദ്ദീൻ. അപ്പോൾ ബ്രോ ആണ് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞിരുന്നത് അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കാണിച്ചു വിടാം. ഇപ്പോൾ നമ്മൾ ജനുവരി 15 മുതൽ ഇവിടെ മേളന്റെ കേസ് പറഞ്ഞല്ലോ, അതായത് എക്സ്ചേഞ്ച് മേള അല്ലേ? ഒരുപാടധികം വണ്ടികൾ നിലവിൽ അവൈലബിൾ ആണ്. വണ്ടികളുടെ ഞാൻ ചോദിക്കട്ടെ, ഈ റോയൽ ഡ്രൈവ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡ് ആണല്ലോ, സെപ്പറേറ്റ് ചോദിക്കേണ്ട കാര്യമില്ലെങ്കിലും ചോദിക്കാം, എന്താണ് വണ്ടികളുടെ ഒരു കണ്ടീഷൻ? വണ്ടികൾ നമ്മൾ 150 അബോ ചെക്കുകൾ ചെയ്തിട്ടാണ് വണ്ടികൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാ വണ്ടിയും അത്രയും ക്ലീൻ ആയിരിക്കും. മാച്ച് ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വണ്ടി ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാം. എല്ലാം ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോവാം. വാറന്റിയോ കാര്യങ്ങളോ ഉണ്ടോ? വാറണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കയ്യിലുള്ള വണ്ടികളെ അങ്ങനെ കൂടുതലും മാനുഫാക്ചറിങ് വാറണ്ടി ഉള്ള വണ്ടികളാവും. അല്ലാത്ത പുതിയ മോഡലൊക്കെയാണ് ഉള്ളത്. അല്ലാത്ത വണ്ടികൾക്ക് നമ്മൾ അഡീഷണൽ വാറണ്ടിയും ചെയ്യുന്നുണ്ട്. എന്തായാലും ധൈര്യമായിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന കുറച്ച് പുതിയ യൂസ് കാറുകൾ. അതെ പുതിയ വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും ക്വാളിറ്റി ഉള്ള വെഹിക്കിൾസ്. തുടങ്ങിയാൽ നമുക്ക് കുറച്ച് വണ്ടിയുടെ ഡീറ്റെയിൽ പറയാം. ആദ്യത്തെ വണ്ടി നല്ല കൂടിയ സാധനം ആയിക്കോട്ടെ, ക്രെറ്റയാണ്. ക്രെറ്റ ഏതാ മോഡൽ? ക്രെറ്റ 2020 മോഡല് 2020 മോഡലാണ്. ഡീസലാണ് വേരിയന്റ്. ഡീസൽ വേരിയന്റിന് പുതുപുത്തൻ അത്രയും കണ്ടീഷൻ ഉള്ള വണ്ടിയാണ്. അത് മാത്രമല്ല 4 ടയറും പുത്തൻ ടയറാണ് അലവിൽ ചെയ്തിട്ടുണ്ട്. 4 പുത്തൻ പുതിയ ടയറാണ്. ഏകദേശം 95% ഉണ്ട്. പിന്നെ അഡീഷണൽ കസ്റ്റമർ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല കോസ്റ്റ്ലി അലോയും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. E+ ആണല്ലേ? അതെ, E+ ബേസ് ആണ്. പക്ഷേ ബേസ് ആണെങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ നമുക്ക് അഡീഷണൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. വേണേ നമുക്ക് ചെയ്താൽ അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാവില്ല അല്ലേ? അത് അതെ. ഡീസലാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? ഡീസൽ ഇത് 73,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. എന്തെങ്കിലും ആക്സിഡന്റ് ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് ക്ലീൻ. ഓക്കെ. അപ്പോൾ ഇതിപ്പോ എനിക്ക് തോന്നുന്നു പുതിയത് ഇറങ്ങുമ്പോൾ ഒരു 15-16 രൂപ വിലയില്ലേ? അതെ. ഇതിപ്പോ നമ്മൾ എന്താ ചോദിക്കുന്നവരാ? നമ്മൾ ഇത് 10.95 ആണ് ആസ്കിങ്. 10,90,000 നമ്മൾ ആസ്കിങ് ആണ്. ചെറിയ രീതിയിലൊക്കെ പറയണ്ടല്ലോ. പിന്നെ വേറെ കേസ് പറയാം, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം ഡിസ്കൗണ്ട് കൊടുത്താൽ കേട്ടോ, ആർക്കും കൊടുക്കണ്ട വേറെ. ഓക്കെ, നമ്മുടെ ആൾക്കാർക്ക് മാക്സിമം കൊടുക്കണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് വണ്ടി കൊണ്ട് വന്നാലും എക്സ്ചേഞ്ച് ചെയ്ത് പോവാം. അതായത് ഒരു പ്രീമിയം ബ്രാൻഡുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. അടിപൊളി.
അതുപോലെ തന്നെ ഇതാ നല്ല അടിപൊളി ഒരു ഇതിപ്പോ നമുക്ക് മാക്സിമം ലോണും കയറില്ലേ? മാക്സിമം ലോണും ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2022 ആണ് വേരിയന്റ്. 22 ZXi എന്നുള്ള വേരിയന്റ് ആണ്. 22 ZXi. ഓക്കെ, ZXi പ്ലസ് ഇല്ല, പക്ഷേ ZXi പ്ലസ് അല്ല, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആകുന്ന ZXi പ്ലസ് ആണ്. അതിന്റെ നേരെ താഴെയുള്ള വേരിയന്റ് ZXi എന്നുള്ള വേരിയന്റ്. ആ ഒരു പ്രൊജക്ടർ എല്ലാം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അതെ അതെ. കീല സെന്ററും ബട്ടർചാർട്ടും അതുപോലെ അളവിലെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് ഇതിന്റെ ഡെലിവറി വരുന്നത് 30/12/2022 ആണ്. 22 ലാസ്റ്റ് വണ്ടി അല്ലേ? 22 ലാസ്റ്റ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആകെ 15000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല ക്വാളിറ്റി വണ്ടി അല്ലേ? ക്വാളിറ്റി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. വില നമ്മൾ ആസ്കയുണ്ട് 765 അല്ലേ? 22 ലാസ്റ്റ്, ഓൾമോസ്റ്റ് 23 വണ്ടിയാണ്. അത് ഇത്രയും ക്വാളിറ്റി ഉള്ള പുത്തൻ വണ്ടി അല്ലേ? പുത്തൻ വണ്ടി, പുതിയ വണ്ടി എടുക്കുന്നത് പോലെ തന്നെ അത്രയും കണ്ടീഷൻ ഉള്ള വണ്ടി. ഇൻക്ലൂഡിംഗ് വാറണ്ടി അല്ലേ? വാറണ്ടി ഉള്ള വണ്ടി. വാറണ്ടി നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ മാക്സിമം ചെയ്തു തരും. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ടിയാഗോ EV ആണല്ലേ? അത് ടിയാഗോ EV ആണ്. 2024 മോഡലാണ്. 24 പുത്തൻ വണ്ടി, ന്യൂ വണ്ടി, 24 വണ്ടിയാണ്. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. അതെ. പിന്നെ ഞാനേ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു വണ്ടിന്റെ ഇന്റീരിയർ ഒന്നും കാണിക്കുന്നില്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇവര് നമ്പറിൽ വിളിക്കുന്നവർക്ക് കറക്റ്റ് എല്ലാത്തിന്റെ ഇന്റീരിയർ ഫോട്ടോസ് എല്ലാം ഫുൾ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഫുൾ ഡീറ്റെയിലും മാക്സിമം വണ്ടി ഉൾപ്പെടുത്താം അല്ലേ? അതെ, മാക്സിമം വണ്ടി ഉൾപ്പെടും. ഇതിപ്പോ ശരിക്കും 24 വണ്ടിയാന്ന് തോന്നുന്നു. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്ക് പ്രൈസ് വരുന്നത് 795 ആണ്. 795. അതായത് ഒരു ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാം അല്ലേ? അതെ അതെ. അത്രയും നീറ്റാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നങ്ങളും ഇല്ല. ഫുൾ വാറണ്ടി ഉള്ളത്. അടിപൊളി. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. 795 അത് മാക്സിമം ഫുൾ ലോൺ തന്നെ ചെയ്യും. സെലറി ആണെങ്കിലോ? സെലറിയ 2016 വെഹിക്കിൾ ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് 16 ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ്. ഇത് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ഒരുവിധം വണ്ടികളൊക്കെ നല്ല ക്ലീൻ ആണ്. അപ്പോൾ എന്തായാലും 16 ഓട്ടോമാറ്റിക് AMT വണ്ടി എന്താ വില? ഇതിന്റെ വില 365. 3,65,000. അതായത് പുതിയ രീതിയിൽ ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു തുടങ്ങാനും എല്ലാത്തിനും പറ്റിയ ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. അടിപൊളി നല്ല വണ്ടിയാണ്. അത് ചെറിയ വിലക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. അത് മാത്രമല്ല മൈലേജും അതെ. വേറെ അപാകത മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. ശരി, അതുപോലെ ഒരുവിധം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന സാധനം അതായത് GT ആണ്. അതെ, വണ്ടി പ്രേമികളുടെ ഏറ്റവും ഇതുള്ള വെഹിക്കിൾ ആണ്. പോളോ GT TSI ആണ്. മോഡൽ ഏതാ? മോഡൽ 2021 മോഡലാണ്. 21 ആണ്. 21 പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1 ലിറ്റർ ടർബോ അല്ലേ വരിക? 1 ലിറ്റർ ടർബോ ആണ് വരിക. മൈലേജ് ഉള്ള അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലേ? ടോർക്ക് കൺവേർട്ടർ ആവും ഇതിന്റെ ഒരു ഗിയർ ബോക്സ് വരിക. പണ്ടൊക്കെ DSC ആയിരുന്നു. ഇപ്പൊ ഇത് 1 ടൺ ആവുമ്പോൾ 21 ടോർക്ക് കൺവേർട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, അന്നത്തെ ആ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ക്ലീൻ വണ്ടി അല്ലേ? ഇത് 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല അല്ലേ? നല്ല നീറ്റ് വണ്ടി കേട്ടോ. നല്ല നീറ്റ് ക്ലീൻ വണ്ടിയാണ്. ഇത് നമുക്ക് ഇപ്പൊ എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് വരുന്നത് 935. 935 കൂടുതലൊന്നും ഒരിക്കലും ഞാൻ പറയില്ല, കാരണം വണ്ടി കിട്ടാനില്ല. വേണമെങ്കിൽ എടുത്താൽ ഞാൻ പറയുള്ളൂ അല്ലേ? അത് അപ്പി വരുന്ന ഒരു ഇഷ്ടം പോലെ പേരുണ്ടാവും. അപ്പൊ എന്തായാലും ഇത് വാറന്റിയോടെ കൂടി ഇല്ലേ? അത് വാറന്റിയോട് കൂടും. വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? വാറന്റിയൊന്നും ആവശ്യമില്ല, കുഴപ്പമൊന്നുമില്ല, എങ്കിലും വേണമെങ്കിൽ എടുത്തോളാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഫിഗോ? ഇത് ഫിഗോ ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. CVT ആണ്. വളരെ റെയർ ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് 2018 മോഡലാണ്. 18 പെട്രോൾ ഓട്ടോമാറ്റിക്. അതായത് ഈ സാധനം അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല അധികം, കാരണം ഈ ഓട്ടോമാറ്റിക് വണ്ടി ഇതിൽ തന്നെ കാണലില്ല. ഇന്റീരിയർ ഒന്നും നിങ്ങൾ അയച്ചു കൊടുത്താ കേട്ടോ. ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കണം അതിന്റെ. 18 കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? ഇത് 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? അതെ. പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? അപാകത മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടൈറ്റാനിയം വേരിയന്റ് ആണ്. അതായത് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വാറന്റി വേണേ വാറന്റി ചെയ്ത് തരും. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അടുത്തത് 23 മോഡല്. 23 മോഡൽ ബലേനോ ഡെൽറ്റ ആണ്. ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഡെൽറ്റ വന്നപ്പോൾ തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും. അതെ. അലോവീൽസ് ഇല്ലാന്നേ ഉള്ളൂ. ഇത് മോഡൽ ഏതാ? 2023. കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ ഓൾറെഡി റൺ ചെയ്തിട്ടുള്ളത് 30,000 കിലോമീറ്റർ ആണ് ഓൾറെഡി റൺ ചെയ്തിട്ടുള്ളത്. 30 ഓടിയിട്ടുള്ളൂ. ഒരു പുത്തൻ പുതിയ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു യൂസ് കാർ അല്ലേ? അതായത് പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുക്കാം, കാരണം നല്ലൊരു പൈസ ബെനിഫിറ്റിൽ എടുക്കാമല്ലോ അല്ലേ? അതെ. എന്തായാലും വേറെ മേജർ പ്രശ്നങ്ങളൊന്നും, മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും വേണം നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇപ്പൊ കാണിച്ചതിന്റെ സെയിം ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആൽഫ എന്നുള്ള വേരിയന്റ് ആണ്. ആൽഫയാണ്. അതായത് 2023 ഏറ്റവും ഫുള്ള് ആൽഫ എന്നുള്ള വേരിയന്റ്. ശരി, ഇത് കിലോമീറ്ററോ? ഇത് വെറും 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ അതെ.
അതുപോലെ തന്നെ ആ ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ. അതേപോലെ തന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇൻക്ലൂഡിംഗ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അടക്കം വരുന്നുണ്ട്. ഇത് പിന്നെ അപാതൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, മേജർ ക്ലെയിം കാര്യങ്ങൾ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വാറണ്ടിയോട് കൂടി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ചോദിച്ചതേ ഉള്ളൂ. അതെ അതെ. ശരി, ഇത് നമുക്ക് എന്താ വില വരുന്നത് ബ്രോ? ഇത് നമുക്ക് 875 വരുന്നത്. 875. പുതിയൊരു 10 സംതിങ് പ്രൈസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 2023 വണ്ടിയാണ്, മാരുതിന്റെ വെഹിക്കിൾ ആണ്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്രയും കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അതായത് ഇതൊക്കെ ധൈര്യം എടുത്തോളൂ, ഇത് എന്ത് കംപ്ലൈന്റ് വരാനല്ലേ? പെട്രോൾ അല്ലേ? അതെ അതെ, മാരുതി പെട്രോൾ വണ്ടി. അടുത്തായിട്ട് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ഇടിക്കട്ട സാധനം. ഇത് പഞ്ചിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. 2024 മോഡൽ 25 രജിസ്ട്രേഷൻ വരുന്ന വെഹിക്കിൾ ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം ഉള്ള വെഹിക്കിൾ ആണ്. വണ്ടി അത്യാവശ്യം എന്താ പറയാ, കുറച്ചും ഇല വീണ്ടെന്നുള്ള വണ്ടി അത്രയും കണ്ടീഷൻ ഉള്ള വണ്ടി, വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിൾ ആണ്. ഇത് മോഡൽ 24 മോഡൽ 25 രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണ്. 24-25 വണ്ടിയാ? അതെ അതെ. 18,000 ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അല്ലേ? അതെ അതെ. ഇതിപ്പോ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങൾ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എന്ത് വിലയുണ്ട്? ഇത് നമ്മൾ ചോദിക്കൊണ്ട് 895. 8,90,000 രൂപയ്ക്ക് കൊടുക്കാം. അതെ അതെ. ഇതിന് ഏകദേശം ഒരു 13 സംതിങ് എന്തോ വരുന്നില്ല? അതെ, പ്രൈസ് വരുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് ബെനിഫിറ്റ് ഉള്ളതാണ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോ 1-2 സംഗതികൾ അവിടെ കിടക്കുന്ന വണ്ടികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ വരുന്നവർക്ക് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് ഇതിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. അതായത് ഇവിടെ ഒരു പുതിയ ഷേപ്പ് ബലേനോ ഉണ്ട്, അതുപോലെ തന്നെ BRV ഉണ്ട് അല്ലേ? BRV പെട്രോളോ ഡീസലോ? BRV ഡീസലാണ്. ബലേനോ ഇത് 25 മോഡലാണ്. 25 മോഡൽ. അതെ, പുത്തൻ വണ്ടിയാണ്. ഇതൊക്കെ ഏകദേശം എന്ത് വരുന്നുണ്ട് BRV? പ്രൈസ് വേണേ നമുക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽ നമ്മൾ അയച്ചു കൊടുക്കാം. പുതിയ വണ്ടി ഹോണ്ട സിറ്റി ഉണ്ട്. സിറ്റി പുത്തൻ വണ്ടിയാട്ടോ. സിറ്റി ഉണ്ട്, അൾട്ടീസ് ഉണ്ട്. അൾട്ടീസ് ഡീസൽ ആണ് വെഹിക്കിൾ. ഡീസൽ ഡീസൽ. റാപ്പിഡ് ഉണ്ട്. റാപ്പിഡൊക്കെ അത്യാവശ്യം ന്യൂ ഷേപ്പിലുള്ള വണ്ടിയാട്ടോ. ഇത് എല്ലാത്തിന്റെ ഒന്നും ഡീറ്റെയിൽ ഞാൻ പറയാത്തത്. ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. പുതിയ അപ്പത്തൊക്കെ എർട്ടിക ഉണ്ട്. 2024 എർട്ടിക ഉണ്ട്. അതേമാതിരി ക്രിസ്റ്റ ഉണ്ട്. ക്രിസ്റ്റ V ആണ്. കേരള വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. അതെ അല്ലേ? അതുപോലെ തന്നെ MG ഹെക്ടർ വേണമെങ്കിൽ ഹെക്ടർ ഉണ്ട്. അതുപോലെ തന്നെ കിയ കാരംസ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ഓപ്ഷൻ വണ്ടികൾ തന്നെയല്ലേ? അതെ അതെ, അത്യാവശ്യം നല്ല വെഹിക്കിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് എന്താ അറിയോ, പുത്തൻ വണ്ടികളാണ് കേട്ടോ. കാര്യമായ ഒരു അപാകതയും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടി. വെന്യൂ ഉണ്ട്. വെന്യൂന്റെ പഴയതും പുതിയതും ഉണ്ട്. അതെ, 2 മോഡലും പിന്നെ ടിഗ്വാൻ ഉണ്ട്. അല്ല സോറി, ഇത് മറ്റേ ടൈഗൺ അല്ലേ? ടൈഗൺ ടോപ്പ് ലൈൻ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഏറ്റവും ഫുൾ അല്ല, ഏറ്റവും ഫുൾ GT എന്നുള്ള വേരിയന്റ് ആണ്. താഴെയുള്ള വെഹിക്കിൾ. ശരി. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വേറെ ചെറുവണ്ടികളുണ്ട് കേട്ടോ. മൈക്ര ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്കോസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ച് മേളേൻ്റെ ഒരു സ്പെഷ്യൽ പ്രൈസുകൾ വരുന്നേ ഉള്ളൂ അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വണ്ടികളൊക്കെ ഏതൊക്കെയാണെന്ന് കാണിച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവിടെ വരിക, ബ്രോനെ കണ്ടാൽ പോരെ? അതെ, കണ്ടോളാം മതി. ബ്രോന്റെ നമ്പർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വിളിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ നല്ല വണ്ടി എടുത്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും തീർച്ചയായിട്ടും ക്വാളിറ്റിയുള്ള വണ്ടി കൊടുക്കണം. അതുപോലെ തന്നെ വാറണ്ടി എന്തൊക്കെ കൊടുക്കാൻ പറ്റും ഒക്കെ കൊടുക്കണം. എല്ലാം കൊടുക്കും, എല്ലാം തീർച്ചയായിട്ടും. എന്തായാലും മലപ്പുറം മച്ചിങ്ങലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ ഡ്രൈവിലാണ് ഇപ്പോൾ ഇത്രയും വണ്ടികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ജനുവരി 15 മുതലല്ലേ? ജനുവരി 15 മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് വന്നാൽ മതി. ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണേൽ കൊടുത്തേക്കാം അല്ലേ? ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന റോയൽ ഡ്രൈവ് അല്ലേ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകപ്പാടെ 4-3 വണ്ടി കാണിച്ചിട്ടുള്ളൂ അല്ലേ? ഇവിടെ വേറെ ഒരുപാട് വണ്ടികളുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പറയുന്ന പ്രൈസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടൊക്കെ തോന്നാം അല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കാം. അങ്ങനല്ല, ഈ മേളേന്റെ ഒരു തുടക്കമാണല്ലേ? ഇന്നൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസുകളൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ ഏത് വണ്ടി നിങ്ങൾക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്തോ. ഈ ബ്രോനെ വിളിച്ചാൽ മതി. പേരെന്തായിരുന്നു? ഷറഫുദ്ദീൻ. ഓക്കെ. ഷറഫുദ്ദീനെ കോൺടാക്ട് ചെയ്താൽ നമ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും അല്ലേ? റോയൽ ഡ്രൈവിൽ നിന്ന് വണ്ടി എടുക്കണം. എന്ത് വേണമെങ്കിലും വിളിക്കാം, ചെയ്തു കൊടുക്കാം. ഇനിയിപ്പോ ഏത് വണ്ടി വേണമെങ്കിലും വിളിക്കാം അല്ലേ? എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇവിടെ ഉള്ളതിൽ കൂടുതൽ ഏത് വേണമെങ്കിലും കൊടുത്തു നമുക്ക്. ഏത് വണ്ടി വേണമെങ്കിലും കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്ക് എത്തിക്കോട്ടെ അല്ലേ? അതെ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരുക. ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ വിളിച്ചാലും മതി. വൈൻഡപ്പ് ചെയ്യാം എന്നാൽ പിന്നെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. അടുത്തൊരു കിട വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും